നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്ന ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയ്ക്ക് വലിയ ആധികാരികതയൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും നടന്ന കഥയാണ് എന്ന് സമർത്ഥിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഗാന്ധിജി RSSന്റെ കാര്യാലയം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഗാന്ധിജി ഒന്നോ രണ്ടോ തവണ RSS കാര്യാലയവും RSSന്റെ ശാഖയും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം RSSന്റെ കാര്യാലയം സന്ദർശിച്ചപ്പോൾ ആ കാര്യാലയത്തിൽ നിരവധി ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. വീരശിവാജി, ചാണക്യൻ, വിവേകാനന്ദൻ, ദുർഗ, കാളി. ഈ കാളിയും ദുർഗയുമെല്ലാം ഒരേ ശക്തിയുടെ രണ്ട് ഭാവങ്ങളാണ് കേട്ടോ. അതറിയാതെയല്ല ഞാൻ രണ്ട് പേരുകളും പറഞ്ഞത്. അങ്ങനെ നിരവധി ദൈവങ്ങളുടെയും ഭാരതത്തിലെ വീരപുരുഷന്മാരുടെയും എല്ലാം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നോക്കിക്കണ്ടതിന് ശേഷം ഗാന്ധിജി ചോദിച്ചു, ഇവിടെ രാമന്റെ ചിത്രം എവിടെയാണ് എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന RSSകാർ പരസ്പരം ഒന്ന് കണ്ണി നോക്കി. അതിനുശേഷം അവർ ഗാന്ധിജിയോട് പറഞ്ഞു, രാമൻ ഒരു ശാന്ത സ്വഭാവമുള്ള പുരാണ കഥാപാത്രമാണ്, ഒരു മര്യാദാ പുരുഷൻ. കാലങ്ങളായി അടിമത്വത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തിന് കുറച്ച് അഗ്രസീവായ പ്രതീകങ്ങളാണ് വേണ്ടത്. വീരശിവാജിയെപ്പോലെ, ദുർഗയെപ്പോലെ, കാളിയെപ്പോലെ. അപ്പോൾ ഗാന്ധി ഒന്ന് ചിരിച്ചു. ഗാന്ധി ഒരു വലിയ രാമഭക്തനായിരുന്നല്ലോ. അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോഴും റാം എന്ന് പറഞ്ഞാണ് മരിച്ചു വീണത് എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാ ചിത്രങ്ങളും മാറ്റി നിങ്ങൾക്ക് രാമന്റെ ചിത്രം മാത്രം വെക്കേണ്ടി വരും എന്ന്. ഗാന്ധിജി പറഞ്ഞതിൻ്റെ അർത്ഥം RSSന് അന്ന് മനസ്സിലായില്ല. ആദികാവ്യമായ രാമായണത്തിലെ ശ്രീരാമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടൂളാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഗാന്ധി. ശ്രീരാമൻ എന്താണ് എന്ന് RSS പഠിച്ചത് ഗാന്ധിജിയിൽ നിന്നാണ് എന്ന് തോന്നുന്നു. RSS പലതും പഠിച്ചത് ഗാന്ധിജിയിൽ നിന്നാണ്. എന്നാൽ കോൺഗ്രസ് ഗാന്ധിജിയിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് കാലം ഇപ്പോൾ തെളിയിക്കും. അയോധ്യയിലെ ക്ഷേത്ര അഴിമതി വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണവും ആരോപണങ്ങളുമെല്ലാം, അതെല്ലാം കേട്ടപ്പോഴേ ഗാന്ധിജിയെ വെറുതെ ഞാനൊന്ന് ഓർത്തുപോയതാണ്. ഒരുപക്ഷെ ഗാന്ധിജിയുടെ കാലത്തിന് മുമ്പാണ് ഈ അയോധ്യ തർക്കവും രാമജന്മഭൂമി പ്രശ്നവുമെല്ലാം ഉണ്ടാകുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെയും രാഷ്ട്രീയത്തിലെയും ഏറ്റവും വലിയ നിയമ സാമൂഹ്യ പോരാട്ടങ്ങളിലൊന്നാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യയെ സംബന്ധിക്കുന്ന ഏത് വാർത്തയും കൂടുതൽ സെൻസിറ്റീവാണ്, സെൻസേഷണലാണ്. 500 വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 1528 മുഗൾ ചക്രവർത്തിയായ ബാബറുടെ സൈന്യാധിപൻ അയോധ്യയിൽ ഒരു പള്ളി നിർമ്മിച്ചു. ബാബറോടുള്ള ആദരസൂചകമായി അതിന് ബാബറി മസ്ജിദ് എന്ന് പേരുവിട്ടു. എന്നാൽ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന് ഹൈന്ദവ സംഘടനകൾ വാദിച്ചു. തർക്കം അവിടെയാണ് തുടങ്ങുന്നത്. ആ തർക്കത്തിന് 500 വർഷത്തെ പഴക്കമുണ്ട്. പള്ളി പണിത് ഏതാണ്ട് 325 വർഷം കഴിഞ്ഞപ്പോൾ തർക്കം വർഗീയ കലാപത്തിലെത്തി. 1853 തർക്ക സ്ഥലത്തെ ചൊല്ലി ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ആദ്യമായി വർഗീയ സംഘർഷം തന്നെ രൂപപ്പെട്ടു. അത് അവിടെ നിന്നാണ് ആരംഭിച്ചത്. അങ്ങനെ ഒരു വശത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, സിപ്പായി ലഹള ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായി ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്ന കാലമെത്തി. എന്നാൽ ഇവിടെ ഒരു തർക്കം വർഗീയ കലാപത്തിലും എത്തി. അതിലും ഉണ്ട് ഒരു രാഷ്ട്രീയം. അയോധ്യ കൂടി ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്ന പ്രദേശം ആ കാലഘട്ടങ്ങളിൽ അവധ് എന്ന രാജവംശത്തിന്റെ കീഴിലായിരുന്നു. അന്ന് അവിടം ഭരിച്ചിരുന്നത് ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നവാബ് വാജിദ് അലിയായിരുന്നു. എന്നാൽ ഭരണപരമായ പരാജയം ചൂണ്ടിക്കാണിച്ച് ഈ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും കൊൽക്കത്തയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഒരു നാഥനില്ലാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണല്ലോ ഇന്ത്യൻ പ്രദേശങ്ങളൊക്കെ ഓരോന്നായി ബ്രിട്ടീഷ് ഇന്ത്യ ആക്കി ബ്രിട്ടൻ മാറ്റുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ അവധ് രാജ്യത്തിന്റെ പോരാട്ടവും ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. നാട് കടത്തപ്പെട്ട നവാബ് വാജിദ് അലിയുടെ പത്നിയായ ബീഗം ഹസ്രത് മഹൽ
ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സിപ്പായി ലഹളയിൽ അന്ന് ഭാഗമായി യുദ്ധം നയിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലെ തർക്കം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയ കലാപമായി മാറിയത്. ഇപ്പോൾ നിങ്ങൾക്ക് അയോധ്യയിലെ രാഷ്ട്രീയം ഒന്ന് വ്യക്തമായല്ലോ. ഈ ഹിന്ദുവിനെയും മുസൽമാനെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൽ നിന്നാണ് അയോധ്യയിൽ ആദ്യം തർക്കം തുടങ്ങുന്നത്. ഈ തർക്കം ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തെ ബാധിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഒരു പരിഹാരമായി ആദ്യം രംഗത്ത് വന്നത് ബാബ രാംചരൺ ദാസ് എന്ന ഒരു ഹിന്ദു സന്യാസിയാണ്. അയോധ്യയുടെ ചരിത്രത്തിൽ അവിടുത്തെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന്റെ വലിയൊരു പ്രതീകമായിരുന്നു ഈ ബാബ രാംചരൺ ദാസ്. അദ്ദേഹം അയോധ്യയിലെ പ്രശസ്തമായ ഒരു ഹനുമാൻ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി കൂടിയായിരുന്നു. ഇനി ഒരാൾ കൂടിയുണ്ട്. അത് അയോധ്യയിലെ മുസ്ലിം മത പുരോഹിതനായിരുന്ന മൗലവി അമീർ അലിയാണ്. ഈ തർക്കഭൂമിയെ ചൊല്ലി ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ബാബ രാംചരൺ ദാസും മൗലവി അമീർ അലിയും അവർ രണ്ടുപേരും ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി. അപ്പോൾ ഈ ഫൈസാബാദിലെ ഒരു പ്രധാനപ്പെട്ട ജമീന്ദാർ ആയിരുന്ന അച്ഛൻ ഖാൻ, അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്ന പണ്ഡിറ്റ് ശംഭു പ്രസാദ് ശുക്ല, ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങളിൽ നമ്മുടെ ഈ സന്യാസിയെയും മൗലവിയെയും എല്ലാം സഹായിക്കുകയും അവർ പിന്തുണ കൊടുക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ തർക്കസ്ഥലം ഹിന്ദുക്കളുടെ രാമജന്മഭൂമിയാണെന്ന് അംഗീകരിച്ച് അത് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകാൻ അയോധ്യയിലെയും അവധ് മേഖലയിലെയും മുസ്ലിം സഹോദരങ്ങളെ സമ്മതിപ്പിക്കുന്നതിൽ ഇവർ നാലുപേരും ചേർന്നുള്ള പരിശ്രമം വിജയിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് തർക്കം പരിഹരിക്കുന്നതും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവർ ഒരുമിച്ച് പോരാടുന്നതും ഒരു കൊളോണിയൽ സർക്കാരിന് വലിയ ഭീഷണിയായിട്ട് തന്നെയാണ് തോന്നിയത്. എന്നാൽ 1857 വിപ്ലവം പരാജയപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് പട്ടാളം ഈ രണ്ട് സന്യാസിമാരെയും തടവിലാക്കി. തുടർന്ന് അയോധ്യയിലെ വിപ്ലവ നേതാക്കളെ ഓരോരുത്തരെയായി അവർ വേട്ടയാടാൻ തുടങ്ങി. 1858 മാർച്ച് 18 അച്ഛൻ ഖാനെയും പണ്ഡിറ്റ് ശംഭു പ്രസാദ് ശുക്ലയെയും ബ്രിട്ടീഷുകാർ പിടികൂടി. അവരെ രണ്ടുപേരെയും ഈ ബാബ രാംചരൺ ദാസിന്റെയും മൗലവി അമീർ അലിയുടെയും മുന്നിലിട്ട് ഇവരെ രണ്ടുപേരെയും തലയറുത്ത് കൊന്നു ബ്രിട്ടീഷുകാർ. എന്നിട്ട് കത്തികൊണ്ട് അവരുടെ രണ്ടിൻ്റെയും തലയും ശരീരഭാഗങ്ങളും ഒക്കെ കൊത്തിയരിഞ്ഞ് വികൃതമാക്കി. ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം. അതിനുശേഷം ഈ ബാബ ചരൺ ദാസിനെയും മൗലവി അമീർ അലിയെയും അയോധ്യയിലെ ഒരു പുളിമരത്തിൽ തൂക്കിലേറ്റി കൊന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ആ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് ശ്രമിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഈ 4 പേരാണ് അയോധ്യയിലെ ആദ്യത്തെ ഔദ്യോഗിക രക്തസാക്ഷികൾ. രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായി അയോധ്യയിലെ ജനങ്ങൾ അന്നത്തെ കാലത്ത് ജാതി മത ഭേദമന്യേ ആ പുളിമരത്തെ ഒരു പുണ്യസ്ഥലമായി കണ്ട് ആരാധിച്ചിരുന്നു. എന്നാൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഈ ഒരു വലിയ പ്രതീകം അവിടെ നിലനിൽക്കുന്നത് ബ്രിട്ടീഷുകാരന് അത്ര രസിച്ചില്ല. 1935 ജനുവരി 28 ആ പുളിമരം വേരോടെ പിഴുതുമാറ്റി ആ ചരിത്രം തന്നെ സായിപ്പ് മായിച്ചു കളഞ്ഞു. കാലം എത്രയോ ദൂരം കടന്നുപോയി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അവിടെ പുതിയ രാമക്ഷേത്രം ഉയർന്നു. ആ രാമക്ഷേത്രത്തിലെ സ്വത്തും ഭക്തരുടെ കാണിക്കയും കൊള്ളയടിച്ചവർ ഈ ചരിത്രവും ത്യാഗവും അറിയുന്നുണ്ടാകുമോ എന്നറിയില്ല. എന്നാൽ ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2020 ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട സമയത്ത് ഒരു പാരിജാതത്തിന്റെ തൈ നട്ടത് കൃത്യമായി ഈ ബാബ രാംചരൺ ദാസിനെയും അമീർ അലിയെയും തൂക്കിലേറ്റിയ അതേ സ്ഥലത്താണ്, ആ പുളിമരം നിന്ന അതേ ഇടത്ത്. ആരൊക്കെ എന്തൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും ചരിത്രം എന്നെങ്കിലും മുളകൾ പൊട്ടി ഇതുപോലെ പുറത്തു വരും. ഇത്തരം ചരിത്രങ്ങളുടെ ചാരവും വിത്തും തേടുകയാണ് നമ്മൾ. ഈ സഞ്ചാരം നമ്മൾ ഒരുമിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം അവസാനിക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹം.